പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറയാം. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും നാം മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, കർത്താവ് കൈപിടിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. 13-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാനോ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കെ കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവന് പാട്ടുപാടും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത്, കർത്താവ് പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറയാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആരും മൗനമായിരിക്കാതെ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ഒരുമനപ്പെട്ട ഒരു ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കാം. അവനിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആര് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയോ അവർക്ക് കർത്താവിൻ്റെ ഫേവർ വന്നു. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. ഞങ്ങളുടെ സ്വർഗീയപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്ക് സ്തോത്രം. അപ്പാ, ഈ ശബ്ദങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്താൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. പപ്പാ, ശത്രുവാകുന്നവൻ്റെ ദൃഷ്ടി ഇവരുടെ മേൽ വീഴാതെ അങ്ങ് ഇവരെ കാവൽ ചെയ്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ, നന്ദി. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ പുലർത്തിയല്ലോ, സ്തോത്രം. ഇനിയും നടത്തുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം പിതാവേ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ നിന്റെ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും അങ്ങയുടെ ആമേൻ തിരുക്കരം നീട്ടി അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി നടക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിന്മേൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ ആരോഗ്യം, സ്വസ്ഥത, സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കൊറോണയാൽ ഭാരപ്പെടുന്നവരെ അതിനകത്തുനിന്ന് വിടുവിക്കണമേ. പൂർണ്ണാശ്വാസവും സൗഖ്യവും സമാധാനവും കൊടുക്കണമേ. ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം നാറ്റം വെച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം, ആമേൻ, സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കൈകൾക്ക് വേദനയാൽ ഭാരപ്പെട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് കൈകളുടെ തോളുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാതെ ബിസിനസ്സിൽ ഭാരപ്പെടുന്നവർ, അവൻ സാമ്പത്തിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഈ വെള്ളിയാഴ്ച പകൽക്കാലം ദൈവിക ഇടപെടൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിനെ ഞങ്ങളുടെ കൈകളിൽ തരുന്നു. ഇന്ന് ആരാധനയുള്ള ദിവസമാണല്ലോ. ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. ദൈവമഹത്വം വ്യാപരിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല
തരാത്തതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ, ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള പ്രിയ ദൈവമക്കളെ, ആരാധനയുള്ള ദിവസമാണ്. ആരാധിക്കുവാൻ മറക്കരുത്. കർത്താവിനെ ആരാധിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. അതുകൊണ്ട് ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കാതെ സഭായോഗങ്ങളിൽ പങ്കെടുക്കുക. മാത്രമല്ല ആമേൻ, പ്രാർത്ഥിക്കുക. ആമേൻ, സഭായോഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ലോകത്തിൽ എവിടെയുള്ളവരാണെങ്കിലും ഇന്ന് നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന് 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയുക, ജനമെല്ലാം കൂടെ വന്നവരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ മനസ്സിനെ ഉരുക്കി കളഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ദൂത് ഇതാണ്: കർത്താവിനോട് പറ്റി നിൽക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുക. സാഹചര്യങ്ങൾ എതിരായി വന്നാലും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ് ആമേൻ കർത്താവിനോട് പറ്റി നിൽക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവജനത്തെ അവർക്ക് കൊടുക്കാൻ പോകുന്ന വാഗ്ദത്ത ദേശത്തെ ഉറ്റുനോക്കുവാൻ 12 പേരെ അയച്ചു. 10 പേരും അവിടെ പോയിട്ട് വന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ പ്രയാസങ്ങളും അവിടുത്തെ ദേശവാസികളുടെ വലിപ്പവും അവരുടെ കഴിവിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചപ്പോൾ നമുക്കറിയാം, യോശുവയും കാലേബും മാത്രം എന്തു പറഞ്ഞു? അവർ മാത്രം വ്യത്യസ്തമായി സംസാരിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. അപ്പം ഇവർ മാത്രം 12 പേരിൽ 10 പേർ എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ 10 പേർ പറയും നമ്മൾ വെറും വെട്ടുക്കിളികളെ പോലെ, നമുക്കത് നേടാൻ കഴിയത്തില്ല, നമ്മളവിടെ പോയാൽ നശിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ ഈ 10 പേരിൽ 2 പേർ വ്യത്യസ്തമായി സംസാരിക്കുക. അവർ പറയുക, നമ്മളുടെ മേലെ യഹോവയ്ക്ക് പ്രസാദമുണ്ടെങ്കിൽ നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവൻ നമ്മളെ കൊണ്ടു ചെല്ലുക ചെയ്യും. ആമേൻ, അത് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മളോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. കണ്ടോ, പറ്റി നിൽക്കുന്നവരുടെ വാക്കുകൾ കണ്ടോ, പറ്റി നിൽക്കാത്തവരുടെ വാക്കുകൾ കണ്ടോ. അതായത് കർത്താവിനെ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹം മനസ്സിലാക്കി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം മാറാനിട വരും. കാരണം നമുക്കറിയാം, എൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. പ്രതികൂലങ്ങൾ ഏതൊക്കെ ആയാലും, പ്രശ്നങ്ങൾ ഏതൊക്കെ ആയാലും അതിനകത്തുനിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുള്ളത് കൊണ്ട് അവൻ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള വലിയ ബോധം ആർക്ക് ലഭിക്കും? നമുക്കുണ്ടാകും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായിരിക്കും. ദൈവമേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, കർത്താവിനെ രുചിച്ചറിയുന്നവരായിരിക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് വളരെ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ എൻ്റെ ദൈവമായ, ജോഷുവയുടെ പുസ്തകം 4:9 വായിക്കാൻ പോവുക. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ്? പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് കാൽ വെക്കുന്ന ദേശം എന്തായി മാറും? അവകാശമായി മാറും. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്ന അല്ലെങ്കിൽ സാന്നിധ്യത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയിലും അവിടെ നമുക്ക് ജയമാവുള്ളത്, ഏത് പ്രശ്നത്തിലും നമുക്ക് ജയമാവുള്ളത്. ഇവിടെ അടുത്ത വാക്യം കണ്ടോണേ. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്
പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. ആമേൻ. കാലേബ് പറയുക, ഇങ്ങോട്ട് നോക്കി, അന്ന് മുതൽ ഇന്ന് വരെ ഇതാ ഞാൻ ദൈവത്തോടുകൂടെ നടന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നടന്നു. ഇന്ന് 45 സംവത്സരം കഴിഞ്ഞു, എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. അന്ന് എങ്ങനെ ആരോഗ്യമുണ്ടായിരുന്നു? 45 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ആരോഗ്യം ക്ഷീണിച്ചു പോയിട്ടില്ല, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടില്ല. അന്ന് എങ്ങനായിരുന്നു ചുറുചുറുപ്പുണ്ടായിരുന്നു? അതാ പറഞ്ഞത്, യൗവനം കഴുകനെ പോലെ പുതുകി വരും. ആരാ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കർത്താവിനോട് ചേർന്നിരിക്കുന്നവർ, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ, കർത്താവുമായി അവൻ ഇഴുകിച്ചേർന്ന ബന്ധത്തിൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ആകെ മാറ്റമാണ്. ഇവിടെ കണ്ടോ, 45 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം പറയുക, അന്ന് അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാൻ പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു. ഇതാ, ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ അവനിലുള്ളത് നമ്മളിലേക്ക് പകരപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്ത് അവനിലുണ്ടോ അത് നമ്മളിലേക്ക് പകരപ്പെടും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ തകർന്നു പോവുകയല്ല, നിങ്ങൾ അനുദിനം ശക്തി പ്രാപിക്കുക. കഴുകന്മാരെ പോലെ അത് അവൻ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കും, ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, 12 ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളിച്ചതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ അവിടെ പ്രതിസന്ധിയെ കണ്ട് പേടിച്ചു പോവുകയല്ല, പ്രശ്നം കണ്ട് മാറിപ്പോവുകയല്ല. ആരൊക്കെ അവർ പറയുക, പഴയ നിയമത്തിൽ പറയുക, ആ വാഗ്ദത്തം ചെയ്ത മല എനിക്കിതാ. അവിടെ അനാക്യം മല്ലന്മാർ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നോട് വാഗ്ദത്തം ചെയ്തത് സംഭവിക്കും. അവരെ ഞാൻ ഓടിച്ചു കളയുക തന്നെ ചെയ്യും. സാധാരണയാണ് നമ്മൾ പറയും, കർത്താവേ നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം മാറിപ്പോട്ടെ. നോ, ഇവിടെ പറയുന്നത് കണ്ടോ, കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് പ്രശ്നത്തെ ജയിക്കുവാൻ കഴിയും. അതാ പറ്റി നിന്നുള്ള ഗുണം. പറ്റി നിൽക്കുന്നവൻ കഴുകനെ പോലെ ശക്തി പുതുക്കിക്കൊണ്ടിരിക്കും. പറ്റി നിൽക്കുന്നവന് യൗവനം പുതുക്കി വന്നുകൊണ്ടിരിക്കും. പറ്റി നിൽക്കുന്നവൻ എവരുടെ അവൻ എന്ത് ചെയ്യും? റിന്യൂഡായി മുന്നോട്ട് വരിക. അടുത്ത കണ്ടോ, പറ്റി നിൽക്കുന്നവൻ്റെ മുമ്പിൽ ശത്രു നിൽക്കത്തില്ല. പറ്റി നിൽക്കുന്നവൻ എവിടെ നിൽക്കുന്നു അവിടെ ശത്രു ഓടിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല വരെ യെഹൂനയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അപ്പം പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജോഷുവായും കാലേബും വ്യത്യസ്ത ഹൃദയമുള്ളവരായിരുന്നു. എന്തായിരുന്നു അവർക്ക് വ്യത്യസ്ത ഹൃദയം? അവർ ദൈവത്തോട് പറ്റി നിന്നു. എന്താ ദൈവത്തോട് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ? ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നു, കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്നു. അവരോട് പറഞ്ഞ വാഗ്ദത്ത ദേശം കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവിടെ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മല്ലന്മാരുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതുപോലെ ദൈവം ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു ബോധ്യവും ഒരുറപ്പും ഒരു വിശ്വാസവും അവർക്കുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 45 സംവത്സരം കഴിഞ്ഞപ്പോഴും ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല, യൗവനം കുറഞ്ഞു പോയിട്ടില്ല, പ്രതികൂലങ്ങളെ കണ്ട് മാറിപ്പോവുകയല്ല, പ്രതിസന്ധികളെ കണ്ട് മാറിപ്പോവുകയല്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി മാറി. അപ്പോസ്തലൻ പറഞ്ഞ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യന്മാരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറയുക, അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. കണ്ടോ, പുതിയ നിയമം വന്നപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നവർ, അല്ലെങ്കിൽ ക്രിസ്തു ഉള്ളിലുള്ളവർ, അവരുടെ പ്രവൃത്തി കണ്ടപ്പോൾ, അവരുടെ ഇടപെടൽ കണ്ടപ്പോൾ, അവരുടെ ധൈര്യം കണ്ടപ്പോൾ, അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഇവർ സാധാരണക്കാരല്ല, ഇവർ ദൈവത്തോട് കൂടെ നടക്കുന്നവരാ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാ. ഇന്ന് പകൽക്കാലം ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമുക്കും ഈ പകൽക്കാലം നമ്മളെ നോക്കുന്നവർ അങ്ങനെ പറയുവാൻ തക്കണം. നമുക്കും കർത്താവിനോടുകൂടി ചേർന്ന് നടക്കാം, തിരുവചനത്തെ ധ്യാനിക്കാം, തിരുവചനത്തെ വിശ്വസിക്കാം, തിരുവചന പ്രകാരം കാൽച്ചൂടുകൾ വെക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഒരിക്കലും ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല. നമ്മളെ കാണുന്നവർ ആശ്ചര്യപ്പെട്ടിട്ട് പറയും, ഇവർ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവർ, ഇവൻ പ്രാർത്ഥിക്കുന്നവനാ, ഇവൻ ദൈവവചനം ധ്യാനിക്കുന്നവനാ, ഇവനെ കണ്ടോ, ഇവൻ്റെ ചുറുചുറുപ്പ് കണ്ടോ, ഇവൻ്റെ വിശ്വാസം കണ്ടോ, ഇവൻ്റെ ധൈര്യം കണ്ടോ, ഇവൻ്റെ വാക്കുകൾ കേട്ടോ എന്ന് പറയത്തക്ക വിധം ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുമ്പോൾ ആ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. പഴയ നിയമത്തിൽ അവർ കൂടെ നടന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിലായി യേശു ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ കർത്താവ് ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ വിചാരങ്ങൾ മാറും. നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്ന അനുസരിച്ച്, സാന്നിധ്യം അനുഭവിക്കുന്ന അനുസരിച്ച് നമ്മുടെ ലെവല് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് പറ്റിയിരിക്കുക, ചേർന്ന് നടക്കുക, കൂട്ടായ്മയിലിരിക്കുക, വ്യത്യസ്തരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ജീവിതം വ്യത്യസ്തമാകണമെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കണം. ജീവിതം വ്യത്യസ്തമാകണമെങ്കിൽ
കർത്താവുമായി കൂട്ടായ്മയിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ അനുഭവങ്ങൾക്ക് മാറ്റം വരും കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. വ്യത്യസ്തരായി മോശയും കാലേബിനെ പോലെ, യോശുവയും കാലേബിനെ പോലെ വ്യത്യസ്തരായി ജീവിപ്പാൻ ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ജോഷുവയും കാലേബിനെ പോലെ വ്യത്യസ്ത ഹൃദയമുള്ളവരായി ജീവിപ്പാൻ കർത്താവിനോട് ചേർന്ന് നടക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.